CLC നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന കേരള ക്വിസ് നവംബർ 29 നടക്കും. ഈ മുട്ടം ഇടവകയിൽ പ്രവർത്തിക്കുന്ന CLC സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു പരിപാടിയാണ് കേരള ക്വിസ്. അത് കേരള പിറവിയോടനുബന്ധിച്ചാണ് അത് നടത്തുക. കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനറൽ ക്വിസ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 30 വർഷവും നടത്തി, ഇത് 31ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ഈ വരുന്ന 29-ാം തീയതി രാവിലെ 9 മണിക്ക് ആണ് അത് തുടങ്ങുക. അത് ഉദ്ഘാടനം ചെയ്യുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ് കുമാറാണ് അത് ഉദ്ഘാടനം ചെയ്യുക. ഇപ്പോൾ നിലവിൽ നമുക്ക് ഏതാണ്ട് 72 ടീമുകളോളം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ സ്പോട്ട് രജിസ്ട്രേഷനായിട്ട് 10 ഗ്രൂപ്പെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. എല്ലാത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഈ വർഷം സാമാന്യം നല്ലൊരു നമ്പർ കേരളത്തിൻ്റെ 4 ഭാഗത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ അതിൽ പങ്കെടുക്കത്തക്ക രീതിയിലാണ് ഇത്തവണത്തെ കേരള ക്വിസിൽ ഉള്ള പങ്കാളിത്തം. അതിനുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CLC നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന കേരള ക്വിസ് 29-ന് മുട്ടം സെന്റ് മേരീസ് പാസ്റ്റൽ ഹാളിൽ നടക്കും. തുടർച്ചയായി 31-ാം വർഷമാണ് ക്വിസ് മത്സരം നടക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 90ഓളം സ്കൂളുകളെ പ്രതിനിധീകരിച്ചുള്ള ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒന്നാം സമ്മാനമായി 10,001 രൂപയും എവറോളിംഗ് ട്രോഫിയും നൽകും. 29-ന് രാവിലെ 8 മണിക്ക് മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ് കുമാർ മത്സരം ഉദ്ഘാടനം ചെയ്യും. CLC മുട്ടം ഡയറക്ടർ ഫാദർ ആൻഡോ ചേരാംതുരുത്തി സമ്മാനദാനം നിർവഹിക്കും. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള സ്കൂളുകളിൽ നിന്നും രജിസ്ട്രേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ ഒരു 73 സ്കൂളുകളാണ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ 9 മണിക്ക് ശേഷം ഒരു അരമണിക്കൂർ കൂടി സ്കൂൾ രജിസ്ട്രേഷൻ കൂടി ആണ്, അതിനും കൂടിയാണ് സമയം കൊടുത്തിരിക്കുന്നത്. ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇടവകയിലെ CLC മെമ്പേഴ്സിൻ്റെ യുവാക്കളായിട്ടുള്ളവർ കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഓരോ സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിനെ സംബന്ധിക്കുന്ന പൊതുവായിട്ടുള്ള എല്ലാ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും കേരള ക്വിസിൽ ചോദിക്കുന്നത്. മറ്റ് ക്വിസ് മത്സരങ്ങളൊക്കെ അപേക്ഷിച്ച് ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ളതും ഏറ്റവും ടഫായിട്ടുള്ളതും അതേസമയം തന്നെ ഏറ്റവും അറിവ് വർദ്ധിപ്പിക്കാവുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളും ക്വിസിൻ്റെ സ്റ്റാൻഡേർഡും നിലനിർത്തിക്കൊണ്ടാണ് ഈ 30 വർഷങ്ങളായിട്ട് കേരള ക്വിസ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫൈനൽ റൗണ്ടും സമാപന സമ്മേളനമൊക്കെ തീരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല റൗണ്ടുകളിലായിട്ട് ആണ് ക്വിസ് മത്സരം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് 20ഓളം കമ്മിറ്റികളാണ് നമുക്ക് കേരള ക്വിസിനായിട്ട് തയ്യാറെടുപ്പുകൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. അതിന് എല്ലാ കമ്മിറ്റികളിലും നമ്മൾ 10ഓളം യുവജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ സബ് കമ്മിറ്റികളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അവരിലൂടെയാണ് നമ്മൾ കേരള ക്വിസിന്റെ വിവിധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ നമുക്ക് 75ഓളം ടീമുകൾ ഓൾറെഡി രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനിയും രജിസ്ട്രേഷൻ വരുമായിരിക്കും. നമുക്ക് 80ഓളം ടീമുകൾ വരുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഒത്തിരി യുവാക്കൾ ഒത്തുചേർന്ന് നടത്തുന്ന ഒരു കോമ്പറ്റീഷൻ കൂടിയാണിത്. പബ്ലിസിറ്റി, പ്രോഗ്രാം, റിസപ്ഷൻ, ഫുഡ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, അങ്ങനെ 20ഓളം കമ്മിറ്റികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കമ്മിറ്റികളുടെ വർക്കുകളൊക്കെ ഇപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെ വിജയകരമായി തന്നെ അത് പോവുകയാണ്.